ഇതിപ്പോൾ സിനിമ വിട്ടിട്ട് ഇപ്പോൾ അമേരിക്ക വന്നു. ഇപ്പോൾ ഈ ഒരു മാറ്റം എല്ലാം കൂടെ എന്താ പറയുന്നത്? ഞാൻ അമേരിക്കയിൽ വന്നിട്ടിപ്പോൾ 2 വർഷമായിരുന്നു. 2 വർഷം കഴിഞ്ഞു. കല്യാണം 2002 ജൂൺ മാസത്തിൽ. അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് വന്നു. പിന്നെ ഇടയ്ക്ക് 1 വർഷം നാട്ടിൽ പോയി സീരിയലും അതും ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രോഗ്രാംസൊക്കെ. ഇപ്പോൾ ഈ വർഷം 2004 ജനുവരിയിൽ ഞാനിവിടെ ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങി. ഡാൻസ് സ്കൂളിൻ്റെ പേര് ശ്രീപാദം സ്കൂൾ ഓഫ് ആർട്സ്. ഹ്യൂസ്റ്റണിലാണ് ഞാൻ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹ്യൂസ്റ്റണിലെ മിക്കവാറും മലയാളി സ്റ്റുഡൻസ്, പിന്നെ കുറച്ച് തമിഴ് കുട്ടികളുമുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ചെറുപ്പം മുതലേ ഞാൻ അഭ്യസിച്ച കല മറ്റുള്ളവർക്ക് അത് കൊടുക്കുന്തോറും നമ്മൾക്ക് അറിവ് വയ്ക്കുന്ന ഒരു ഫീൽഡാണ് കലാരംഗം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുട്ടികളെ കലാപരമായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട്. മാത്രമല്ല, നമ്മളുടെ ഇവിടെ തീർച്ചയായിട്ടും ഭാരതത്തിൽ ജനിച്ചവർക്ക് നമ്മളുടെ ഭാരതീയ സംസ്കാരം അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു സംസ്കാരം. അത് ഇവിടുത്തെ കുട്ടികൾക്ക് മനസ്സിലാകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഭാരത കല ഏതെങ്കിലും ഒന്ന് അഭ്യസിച്ചിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം, ഇവിടെ വളരുന്ന ഇന്ത്യൻ കുട്ടികളാണെങ്കിലും. അപ്പോൾ ആ ഒരു കൾച്ചർ അവരിലേക്ക് പകർന്നു കൊടുക്കാൻ ഉള്ള ഒരു ഭാഗ്യം എനിക്കും കൂടെ ഉണ്ടാകുന്നു എന്നുള്ളതിൽ എപ്പോഴും എനിക്ക് ഒരുപാട് അഭിമാനം തോന്നാറുണ്ട്. ഒരു സിനിമാ നടിയിൽ നിന്നൊരു ഡാൻസ് അധ്യാപികയിലേക്കുള്ള മാറ്റത്തെ പറ്റി തോന്നുന്നു. ഞാൻ അങ്ങനെ ഇതിനു മുമ്പ് ടീച്ചിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ കോളേജിൽ ഞങ്ങൾക്ക് കുറച്ച് ടീച്ചിങ് ട്രെയിനിങ് ഉണ്ടായിരുന്നു ഞാൻ ചെയ്തൊരു കോഴ്സിൽ. അല്ലാണ്ട് ഡാൻസിന് ഇതിനു മുമ്പ് ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ എങ്കിൽ പ്രോഗ്രാംസിന് വേണ്ടിയൊക്കെ കൊറിയോഗ്രാഫി ചെയ്യാറുണ്ട്. വളരെ വ്യത്യാസമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു തുടങ്ങിയപ്പോൾ. എസ്പെഷ്യലി വളരെ കുഞ്ഞ് 5 വയസ്സ് 6 വയസ്സുള്ള കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ. എന്നാലും എനിക്ക് തോന്നുന്നു ഞാൻ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവരും പറയും ഒരുപാട് ക്ഷമ വേണം എന്ന് എന്നോട്. എനിക്ക് ഇനി ക്ഷമയില്ല എന്ന് അവർക്ക് തോന്നുന്നതുകൊണ്ടാണോ അങ്ങനെ പറയാറുള്ളതെന്ന് അറിയില്ല. എന്നാലും വളരെ രസകരമായ ഒരു അനുഭവമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇതുവരെ. ഇപ്പോൾ ഇവിടെ അമേരിക്കയിൽ ജനിച്ചു വളർന്ന കുട്ടികളെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ കേരളത്തിലെ ഡാൻസ് ഫോംസ് പഠിക്കാൻ അവരെങ്ങനെയാണ് പഠിക്കാൻ അവർക്ക് താല്പര്യമുണ്ടോ, അതോ അവരുടെ ഗ്രാഹ്യം വളരെ ഫാസ്റ്റ് ആണോ? അതിനെക്കുറിച്ച് എന്താണ് അഭിരുചി? അതായത് നമ്മുടെ ഇവിടുത്തെ അമേരിക്കയിൽ ജനിച്ചു വളരുന്ന കുട്ടികളുടെ, നമ്മളുടെ മലയാളി കുട്ടികൾക്ക് പ്രത്യേകിച്ച് താല്പര്യമുണ്ട്. പക്ഷേങ്കിൽ അവർക്ക് നമ്മളുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സംസ്കാരത്തിനെ കുറിച്ച് നമുക്കറിയാവുന്ന അത്ര, അതായത് ഡീറ്റെയിൽസ്, ഇപ്പോൾ രാമായണത്തിൽ നിന്നോ അല്ലെങ്കിൽ മഹാഭാരതത്തിൽ നിന്നോ ഒരു പാട്ടെടുത്ത് നമ്മളൊരു ഡാൻസിൽ ഇടുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ആദ്യം അവർക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു തിയറി ലെസൺ കൊടുത്തിട്ടേ നമുക്കതിലേക്ക്. അപ്പോൾ നമ്മളുടെയൊക്കെ വീട്ടിലെ കുട്ടികൾക്ക് ഇപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ രാമൻ വനവാസത്തിന് പോയപ്പോൾ നടന്ന കഥ എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു ബേസിക് ഒരു 2 പേര് ഇൻട്രൊഡക്ഷൻ മതി അവർക്ക് അതിലേക്ക് ഇൻവോൾവ് ആവാൻ. പക്ഷേ ഇതിപ്പോൾ കുട്ടികളെ അതിലേക്ക് ആ ഒരു മൂഡിലേക്ക് കൊണ്ടുവരാൻ, ഫുള്ളായിട്ട് ഇൻവോൾവ് ആയിക്കാൻ തീർച്ചയായിട്ടും ഒരുപാട് എക്സ്പ്ലനേഷൻ വേണ്ടി വരും. എന്നാലും അവർക്ക് കഴിയുന്ന രീതിയിൽ നമ്മളുടെ കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യാൻ എന്നും ഇൻട്രസ്റ്റ് കാണിച്ച് കുട്ടികൾ വരാറുണ്ട്. ഇങ്ങനെ ഉള്ള സംശയങ്ങളൊക്കെ എന്നോട് ക്ലിയർ ചെയ്യാറുണ്ട്. വളരെയധികം താല്പര്യത്തോടെ ഉത്സാഹത്തോടെയൊക്കെ നിൽക്കാറുണ്ട്. ഇനി ദിവ്യക്ക് സിനിമയിലേക്ക് തിരിച്ചു പോകാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഞാൻ വിവാഹശേഷവും അഭിനയിച്ചിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ ഈ സ്കൂള് ക്ലാസ്സും പിന്നെ ഡാൻസ് പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഇനിയിപ്പോൾ വളരെ നല്ലൊരു ക്യാരക്ടർ എന്നും സിനിമയിൽ വന്നപ്പോൾ തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് ഫുൾ ലെങ്ത് ഡാൻസ് ഓറിയൻറ്റഡ് മൂവി ചെയ്യണമെന്ന്. അപ്പം അതിനിതുവരെ സാധിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു ഓഫർ അല്ലെങ്കിൽ വളരെ ഒരു ഡ്രീം റോൾ എന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് മനസ്സിനിഷ്ടം തോന്നുന്ന ക്യാരക്ടേഴ്സ് കിട്ടിയാൽ തീർച്ചയായിട്ടും ഇനിയും ചെയ്യും. ഇതുവരെ അഭിനയിച്ച സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഏത് സിനിമയാണ്? എനിക്ക് ഉസ്താദിലെ പപ്പ, പിന്നെ പ്രണയവർണ്ണങ്ങളിലെ മായ, ഈ ക്യാരക്ടേഴ്സൊക്കെ ഇഷ്ടമാണ്. ആകാശഗംഗ, എനിക്ക് തോന്നുന്നു ഇത് 3 എൻ്റെ ഫേവറേറ്റ് മൂവീസ്. ഹസ്ബൻഡ് ഇവിടെ തന്നെ ജനിച്ചു വളർന്നതാണോ?
എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സുധീർ. സുധീർ ഇവിടെ തന്നെയാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് ജനിച്ചു വളർന്നത്. നാട്ടിലെ അച്ഛൻ്റെ വീട് തൃശ്ശൂരാണ്, അമ്മയുടെ വീട് വയലാറാണ്. പക്ഷെ അവരെല്ലാവരും ഫാമിലി ആയിട്ട് ബ്രദറും വൈഫും എല്ലാവരും ഇവിടെയാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്, ഹ്യൂസ്റ്റണിൽ തന്നെയാണ്.